നമ്മളെല്ലാവരും പ്രതീക്ഷയോട് കാത്തു നിൽക്കുന്ന എമ്പുരാൻ മൂവി ഇനി തിയേറ്ററിലെത്താൻ 4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സിനിമയുടെ ഞെട്ടിക്കുന്ന റെക്കോർഡുകളുടെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇപ്പോൾ ഇതാ സിനിമയുടെ ഏറ്റവും പുതിയ ഒരു വലിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. സിനിമയുടെ ടോട്ടൽ പ്രീസെയിൽ കളക്ഷൻ 35 കോടി പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ലേറ്റസ്റ്റ് സമയത്ത് വന്നിരിക്കുന്നത്. സിനിമയുടെ ടോട്ടൽ കേരള പ്രീസെയിൽ കളക്ഷൻ 10 കോടിക്ക് മുകളിലും ഓൾ ഇന്ത്യ ടോട്ടൽ പ്രീസെയിൽ കളക്ഷൻ 13 കോടിക്ക് മുകളിലും എത്തിയിട്ടുണ്ട്. ഞെട്ടിക്കുന്ന ഒരു പ്രീസെയിൽ കളക്ഷൻ തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രധാന കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകനുള്ളത്. പിന്നെയുള്ള കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ, ആ ഒരു സംവിധായകനിൽ ഒരു വിശ്വാസമുണ്ട്. ലാലേട്ടന്റെ ഒരു സിനിമ തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ തന്നെയുണ്ട്. അവരൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയെ പ്രീസെയിൽ കളക്ഷൻ ഇത്ര മനോഹരമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. സിനിമ തിയേറ്ററിലെത്താൻ ഇനിയും 4 ദിവസങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ 35 കോടിക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ എത്തി. എന്തായാലും ആ ഒരു സമയം ആവുമ്പോഴേക്കും ഏകദേശം 45 കോടി 50 കോടി റേഞ്ചിലേക്കുള്ള പ്രീസെയിൽ കളക്ഷനിലേക്ക് എത്താൻ സിനിമയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 25-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ മലയാളത്തിൽ നിന്നും ക്ലാസ് റിലീസായിട്ട് ഈ ഒരു സിനിമയ്ക്ക് എതിരാളികളില്ല. പക്ഷേ തമിഴിൽ നിന്നും നമ്മുടെ വിക്രം നായകനാവുന്ന വീരധീര സൂരൻ എന്ന് പറയുന്ന സിനിമ ക്ലാസ് റിലീസായിട്ട് എമ്പുരാന്റെ റിലീസിന്റെ ആ ഒരു ദിവസം തന്നെ തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ വീരധീര സൂരൻ എന്ന് പറയുന്ന മൂവി എമ്പുരാൻ എന്ന ചിത്രത്തിന് ഒരു എതിരാളിയേ അല്ല. തമിഴ്നാട്ടിലും ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ശക്തനായിട്ടുള്ള ഒരു എതിരാളിയായി മാറാൻ വീരധീര സൂരൻ എന്ന് പറയുന്ന വിക്രം ചിത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. വീരധീര സൂര്യന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇന്നലെ ഓപ്പൺ ആയിട്ടുണ്ട്. ബുക്കിംഗ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് വളരെ ശോകമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കേരളത്തിലും ചിലയിടങ്ങളിൽ വീരധീര സൂര്യന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെയും കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ വിക്രം നായകനായിട്ടെത്തുന്ന വീരധീര സൂര്യൻ എന്ന് പറയുന്ന ചിത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട് അഭിനയിക്കുന്നുണ്ട്, എസ് ജെ സൂര്യയുണ്ട്, സാക്ഷാൽ വിക്രമുണ്ട്. എന്നിട്ടും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ വീരധീര സൂര്യന് ബോക്സ് ഓഫീസിൽ സാധിക്കുന്നില്ല. അറിയാലോ, തമിഴ്നാട്ടിലൊക്കെ വിക്രം എന്ന് പറയുന്ന നായകന്റെ റേഞ്ച്, ശങ്കറിന്റെ ഒക്കെ എത്രയാ വലിയ സിനിമകളിൽ ഭാഗമായിട്ടുള്ള നായകനാണ് വിക്രം എന്ന് പറയുന്ന താരത്തിന്റെ ചില സിനിമകൾ തമിഴ്നാട്ടിൽ വലിയ പരാജയങ്ങൾ സംഭവിച്ചു. അതൊക്കെ തന്നെ ആയിരിക്കാം ബുക്കിങ്ങിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അവസ്ഥ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും എമ്പുരാൻ എന്ന ചിത്രത്തിന് ശക്തനായിട്ടുള്ള എതിരാളിയെ അല്ല എന്ന് പറഞ്ഞ് വീരധീര സൂര്യനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം എത്ര പ്രൊമോഷൻ ചെയ്ത് തിയേറ്ററിൽ ആളെത്തിച്ചാലും അവസാനമായിട്ട് പ്രേക്ഷകൻ കണ്ടിട്ട് സിനിമ എന്താണെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വീരധീര സൂരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയാൽ, അതോടൊപ്പം തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു 2 അഭിപ്രായമോ വന്നു കഴിഞ്ഞാൽ വീരധീര സൂരൻ എന്ന് പറയുന്ന സിനിമ എമ്പുരാൻ എന്ന ചിത്രത്തിനും ഒരു വെല്ലുവിളിയായി മാറും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 99% പ്രേക്ഷകനും ഈ ഒരു സിനിമ തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പൃഥ്വിരാജ് എന്ന സംവിധായകനിലുള്ള ഒരു വിശ്വാസമുണ്ട്. അദ്ദേഹം ഒരു ക്വാളിറ്റി കുറഞ്ഞ ഒരു മലങ്കൾട്ട് സിനിമ പ്രേക്ഷകൻ സമ്മാനിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡന്റ് കേരളത്തിലെ ഒട്ടുമിക്ക പ്രേക്ഷകനുമുണ്ട്. അതൊക്കെ തന്നെയാണ് വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനിൽ സിനിമയ്ക്ക് 35 കോടിയിൽ ഇടം പിടിക്കാൻ ഇതിനോടകം തന്നെ സാധിച്ചത്. കാത്തിരിക്കുകയാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ ദിന റെസ്പോൺസിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ വീരധീര സൂരൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾക്കും വേണ്ടിയിട്ടും. ഈ 2 സിനിമകളിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.